എവിയാൻലെസ് ബെയിൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ച 14 ധാരണാപത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസമായി മിഡിൽ ഈസ്റ്റിനെ മുൾമുനയിൽ നിർത്തിയ അമേരിക്കയും ഇസ്രായേലും ഇറാനും ഉൾപ്പെട്ട രക്തരൂക്ഷിതമായ യുദ്ധത്തിന് താൽക്കാലിക ശമനം നൽകുന്നതാണ് ഈ വെടിനിർത്തൽ കരാർ. ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഈ കരാർ വഴിയൊരുക്കുന്നു എന്നത് ആശ്വാസകരമാണ്. ട്രംപ് ഭരണകൂടം ഇതൊരു വലിയ നയതന്ത്ര വിജയമായി കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അത്ര ശോഭനമല്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അടിസ്ഥാനപരമായ തർക്ക വിഷയങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകുവാൻ ഈ ധാരണാപത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ കരാർ കേവലം ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണെന്നും യഥാർത്ഥ പ്രശ്നങ്ങൾ ഇപ്പോഴും പുകയുകയാണെന്നും കരാറിലെ വ്യവസ്ഥകളുടെ സൂക്ഷ്മമായ പരിശോധനയിൽ വ്യക്തമാകും. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു, ഇറാൻ അമേരിക്ക സമാധാന കരാർ വെച്ചുകെട്ടിയ ബാൻഡേജ് മാത്രമോ? ഈ ധാരണാപത്രത്തിലെ ഏറ്റവും വലിയ പോരായ്മയും ആശങ്കയും അത് മുന്നോട്ട് വെക്കുന്ന സമയപരിധിയാണ്. വെറും 60 ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായ ഒരു അന്തിമ സമാധാന കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ഈ രേഖയിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കാലത്ത് 2015 ഇറാൻ ആണവ കരാർ യാഥാർത്ഥ്യമാക്കാൻ 20 മാസത്തെ കഠിനമായ നയതന്ത്ര ചർച്ചകളാണ് വേണ്ടിവന്നത്. അങ്ങനെ ഒരിടത്ത് പരസ്പരം പോരടിക്കുന്ന പതിറ്റാണ്ടുകളായി ശത്രുതയിലുള്ള 2 രാജ്യങ്ങൾ എങ്ങനെ വെറും 2 മാസം കൊണ്ട് സങ്കീർണമായ വിഷയങ്ങളിൽ സമവായത്തിലെത്തും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഉച്ചകോടിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ട്രംപ് നടത്തിയ പ്രസ്താവന തന്നെ ഈ സമാധാന പ്രക്രിയയുടെ അനിശ്ചിതത്വം വെളിപ്പെടുത്തുന്നുണ്ട്. 60 ദിവസത്തിനുള്ളിൽ അത് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വീണ്ടും ബോംബിടാൻ തുടങ്ങും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ കരാറിന്റെ ആയുസ്സിനെ കുറിച്ചുള്ള അമേരിക്കയുടെ തന്നെ അവിശ്വാസമാണ് കാണിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താനാകില്ലെന്ന ബോധ്യം അവർക്ക് തന്നെ ഉണ്ടെന്ന് ഈ വാക്കുകൾ അടിവരയിടുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കുവാനോ സ്വന്തമാക്കുവാനോ പാടില്ല എന്നതാണ് ഈ സൈനിക നീക്കത്തിലൂടെ ട്രംപ് ലക്ഷ്യമിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരാറിലെ 8ാമത്തെ പോയിന്റും അത് തന്നെയാണ് പറയുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ലഘൂകരിക്കുമെന്നാണ് പ്രധാന വ്യവസ്ഥ. ഒറ്റനോട്ടത്തിൽ ഇതൊരു വലിയ വിജയകരമായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് കരാർ പൂർണ്ണമായും നിശബ്ദമാണ്. എപ്പോൾ, എങ്ങനെ, ഏത് സമയക്രമത്തിൽ ഈ പ്രക്രിയ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. മാത്രമല്ല, അന്തിമ കരാർ ഒപ്പുവെക്കുന്നതുവരെയുള്ള ഈ 60 ദിവസങ്ങളിൽ ഇറാന്റെ നിലവിലുള്ള ആണവ പദ്ധതികൾ ഒരു തൽസ്ഥിതിയിൽ തുടരുമെന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് പൂർണ്ണമായ ഒരു നിയന്ത്രണ രേഖയോ കൃത്യമായ നടപടിക്രമങ്ങളോ ഇല്ലാതെ ഈ വ്യവസ്ഥ എങ്ങനെ പ്രായോഗികമാകും എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. ഇറാന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി $300 ബില്യൺ ഫണ്ട് രൂപീകരിക്കുമെന്നതാണ് കരാറിലെ മറ്റൊരു വലിയ പ്രഖ്യാപനം. എന്നാൽ അമേരിക്ക ഇതിലേക്ക് ഒരു പൈസ പോലും നൽകില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 2016 ഒബാമ ഭരണകൂടം ഇറാന് നൽകിയ $1.7 ബില്യൺ നിശിതമായി വിമർശിച്ച ട്രംപ് ഇത്തരമൊരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. എന്നാൽ ധാരണാപത്രത്തിലെ വാക്കുകൾ വളരെ അവ്യക്തമാണ്. പ്രാദേശിക പങ്കാളികളുമായി ചേർന്ന് ഫണ്ട് സമാഹരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ഭാവിയിൽ സമാധാന ചർച്ചകളുടെ ഭാഗമായി അമേരിക്കയും ഇതിൽ സാമ്പത്തിക സഹായം ചെയ്യേണ്ടി വരുമോ എന്ന സംശയം ഇത് ബാക്കിയാക്കുന്നു. ഈ സാമ്പത്തിക വാഗ്ദാനം ട്രംപിന്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനകം തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ലൂസിയാനയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ ബിൽ കാസിഡി ഇതിനെ വിശേഷിപ്പിച്ചത് പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ വിദേശ നയ മണ്ടത്തരം എന്നാണ്. വിദേശ യുദ്ധങ്ങളിൽ പണം ചെലവാക്കില്ലെന്നും പുതിയ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്നും വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന വൈസ് പ്രസിഡന്റ് JD വാൻസിനും ഇത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കും. So we destroyed a substantial number of their ballistic missiles and their ballistic missile launchers themselves. It's not just the bullets, but it's the actual gun, and that's what we were extremely effective at in destroying during the last 3 months of the campaign. All the president said yesterday is that, of course, countries don't give up the right of self-defense.
Israel doesn't give up the right of self-defense if Hezbollah fires rockets or drones at Israel. The Iranians don't give up the right of self-defense in their country, but we do expect that as part of the final deal, they are not going to be able to build the kind of missiles that can broadly threaten the entire world. And that's what the President of the United States said yesterday. And look, I mean, it's very simple. You can't tell a country, whether Israel or Iran, they're not allowed to have any self-defense. That's not what the President has asked. That's not what the President has requested. But as part of the final deal, what we want to see is Iran not funding regional instability, funding regional terrorism, and of course trying to rebuild their nuclear weapons program. That's the main thing. The nuclear weapons program is destroyed. It is gone. If the Iranians decided tomorrow to build a nuclear weapon, they simply don't have the capacity in order to do that. What we're trying to ensure is they don't rebuild that capacity, not just a year from now, 2 years from now, but many, many years from now, so that our children never have to worry about a state sponsor of terrorism having a nuclear weapon. Thank you, Mr. Vice President. You were just saying that you're hoping this deal would prevent Iran in the future from getting a nuclear weapon. But from what's been put out there of the MOU, I'm curious, how does the MOU reflect that in the future Iran will not, in fact, get a nuclear weapon? What's stopping them from down the road, to your point, rebuilding and restarting from where we were pre the war? Well, number one, they would have to get a lot of money in order to rebuild the nuclear program. You're talking about billions and billions of nuclear infrastructure that the United States destroyed. In order for them to rebuild that program, they would have to get a lot of money. And we have them in an economic chokehold right now that we're not going to release until they fundamentally change their behavior. What would that look like? That would mean a real inspections regime. That would mean a real enforcement regime. As the MOU contemplates, that would mean the destruction of their enriched stockpile. All of these things are the sorts of steps you're going to take if you're serious about ending your nuclear weapons program. And that, again, is why I go back to this fundamental trade that's built into the deal. They need money to do anything. Their economy is in absolute dire straits. But in order for them to get any integration into the world economy, they're going to have to show us and verify for us that they are changing their behavior. And that's why the deal is set up in the way that it is. Go ahead. President Trump said yesterday that he was going to blame you if the talks with Iran go sideways. Are you worried that he's going to make you the fall guy? No, not at all. I mean, I think the president was joking, but as he often does. But no, I think, look, the entire team has worked very well on this, and we've got this thing to a very good place for the American people. Now, I have seen some progressive criticisms of me personally saying, what experience does the Vice President of the United States have with hostile, high-stakes negotiations? And I would point those progressive critics to the fact that just 2 days ago, I spent over an hour on The View. So I actually have great experience in very hostile negotiations, and I've used that. I mean, look, Joy Behar is way tougher than the Iranians, and she and I are best friends now. So we're going to get to a good place here. We're going to get to a good place. We're already at a good place. It's just a question of whether we can really get the icing on the top of fundamentally transforming Iran's relationship with the world. Go ahead. Thank you. A couple of just timing questions. How soon, as the MOU lays out, can Iran start selling any of its oil that has sort of been impounded, right, with the blockade? And two, can you sort of explain the Lebanon component to the MOU and how that front works and the enforceability of it? Yeah, so the Lebanon component, this is about regional peace, right? This is about regional peace. And what that means is we expect Hezbollah is not going to be firing rockets and firing drones at the Israelis. And we also expect that the Israelis are not going to be going wild in Lebanon, right? Both sides have to honor their end of the deal. Now, as you guys know, sometimes these ceasefires are a little messy. The President of the United States said this a couple of weeks ago, that a ceasefire in that region of the world just means they're shooting a little bit less at each other than they were before. What you've seen is radical progress in Lebanon, less shooting, less firing, but you're still going to have these little flare-ups from time to time, and that's just the sort of thing that we're going to have to manage through the diplomatic process. Secretary Rubio's been sort of the person on point. It's actually worked out extraordinarily well because we do have substantially less shooting, but it's going to be something we have to manage. And eventually what we want to see is the Lebanese government, the elected representatives of the people of Lebanon, who are able to police southern Lebanon so that Hezbollah is not taking over the country, the Israelis are not threatened, and then consequently the Israelis are not attacking southern Lebanon or Beirut either. That's the plan there. You asked about the Iranian oil. Look, one of the interesting things that you've seen is that the Iranians have been completely unable to sell oil, not because of sanctions, but because of the blockade. Fundamentally, the thing that we have done here, the original
what we give, what they give is that we said we're going to lift the blockade, we're going to allow you to sell some of your oil, and they're going to open the Strait of Hormuz. We see that process starting to work already. It's going to take a little time before it picks up fully, but that's where we are today. Go ahead. Thank you, Mr. Vice President. The MOU, just on the Strait, the MOU guarantees these 60 days of toll-free passage, but after that it has, of course, led to a regional dialogue with Oman and Iran deciding the future governance of the Strait. A senior U.S. official told us yesterday that they expect Iran to push aggressively on this, but also that Gulf states won't allow any kind of tolls. How strenuously will the U.S. fight to keep tolls out of the Strait and keep any fees away from the future Strait commercial traffic? And are you going to leave it to the Gulf states to kind of fight this battle? Well, first of all, we believe international waterways should be free of tolls, and that's been our position. That's what you see, of course, in the 60 days of the MOU. And when you say it leaves it open, it doesn't really leave it open, except in the sense that, of course, the final negotiation is going to set the terms of what comes afterwards, right? You said, I think that it's the Omanis and the Iranians, but it's actually the MOU contemplates that the Omanis, the Iranians, and the Gulf Coast Coalition together will figure out a proper security framework for the Straits in the future. And what I mean by that is that we don't ever want this to happen again. Right? That's not about tolling. That's about ensuring that the Straits are never used as a choke point for the global economy ever again. ഈ കരാറിന്റെ ഏറ്റവും വലിയ പരാജയം എന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെയും അവർ മിഡിൽ ഈസ്റ്റിൽ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളെയും കുറിച്ച് അത് മൗനം പാലിക്കുന്നു എന്നതാണ്. ലബനനിലെ ഹിസ്ബുള്ളയെ പോലുള്ള സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ അവസാനിപ്പിക്കുക എന്നത് യുദ്ധം ആരംഭിച്ചപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. കരാറിലെ 1-ാം നമ്പർ പോയിന്റിൽ ലബനൻ ഉൾപ്പെടെ എല്ലാ മുന്നണികളിലുമുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയെക്കുറിച്ചോ അവർക്കുള്ള ഇറാന്റെ പിന്തുണയെക്കുറിച്ചോ കരാറിൽ എവിടെയും വ്യക്തമായി പരാമർശിക്കുന്നില്ല. അതുപോലെ തന്നെ ഇറാന്റെ വിപുലമായ മിസൈൽ പദ്ധതികളെക്കുറിച്ചും ധാരണാപത്രത്തിൽ ഒന്നുമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഇറാന്റെ ഈ ദീർഘദൂര മിസൈൽ ശേഷിയാണ്. പശ്ചിമേഷ്യയിൽ വലിയ ചർച്ചകൾക്ക് വഴിതുറന്ന കരാറിനോട് ഇസ്രായേൽ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ രണ്ട് കാതലായ വിഷയങ്ങളും അഭിസംബോധന ചെയ്യാതെ മിഡിൽ ഈസ്റ്റിൽ ഒരിക്കലും ശാശ്വതമായ സമാധാനം കൊണ്ടുവരുവാനാകില്ല. തങ്ങളുടെ നിഴൽ യുദ്ധങ്ങൾ തുടരുവാൻ ഇറാന് ലഭിക്കുന്ന ഒരു മൗനാനുവാദമായി ഈ കരാർ മാറിയേക്കാം എന്ന ഭയം സജീവമാണ്. കരാർ നിലവിൽ വരുന്നതോടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പുനരാരംഭിക്കും എന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇത് ആഗോള എണ്ണവിലയെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. എന്നാൽ ഭാവിയിൽ കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കുവാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെ നേരിടും എന്നത് ഒരു പ്രശ്നമായി അവശേഷിക്കുന്നു. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും മരവിപ്പിച്ച ഫണ്ടുകൾ തിരികെ നൽകണമെന്നും കരാറിലുണ്ട്. എന്നാൽ ഇതിന്റെ സമയക്രമം ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഉപരോധങ്ങൾ പിൻവലിക്കുന്നത് പൂർണ്ണമായും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്നാണ് അമേരിക്കൻ നിലപാട്. ഇറാന്റെ ഓരോ നീക്കത്തെയും ആശ്രയിച്ചായിരിക്കും ഈ ഉപരോധങ്ങൾ നീക്കുക എന്നത് ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിടും. ഈ കരാർ ഇസ്രായേലിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് മറ്റൊരു സുപ്രധാന വിഷയം. ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാൻ ഇസ്രായേൽ തയ്യാറാകുമോ? ലബനനിലെ സൈനിക നടപടികൾ തുടർന്നാൽ അത് കരാർ ലംഘനമായി കണക്കാക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കാതെ അമേരിക്കയ്ക്ക് ഈ സമാധാന പ്രക്രിയയുമായി മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ഇസ്രായേലിന്റെ നീക്കങ്ങൾ ഈ കരാറിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. ചുരുക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ഈ 14-ഇന ധാരണാപത്രം ഒരു സമഗ്ര സമാധാന കരാറല്ല, മറിച്ച് അടുത്ത 60 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കുവാനുള്ള തികച്ചും ദുർബലമായ ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാവി എന്താകും? വിനാശകരമായ മിസൈൽ സാങ്കേതികവിദ്യ എങ്ങനെ നിയന്ത്രിക്കും? മിഡിൽ ഈസ്റ്റിലെ സായുധ സംഘങ്ങൾക്കുള്ള ഇറാന്റെ പിന്തുണ എങ്ങനെ അവസാനിപ്പിക്കും എന്നീ കാതലായ വിഷയങ്ങളെല്ലാം ഈ കരാർ വിദഗ്ധമായി ഒഴിവാക്കിയിരിക്കുന്നു. $300 ബില്യൺ എന്ന വമ്പൻ സാമ്പത്തിക വാഗ്ദാനം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നതാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ബോംബിടും എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കെ തന്നെ വരാനിരിക്കുന്ന 60 ദിവസങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ നിർണായകമായ നാളുകളായി മാറും. അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെയുള്ള ഇത്തരം താൽക്കാലിക ഒത്തുതീർപ്പുകൾ ഭാവിയിൽ കൂടുതൽ വലിയ സംഘർഷങ്ങൾക്ക് മാത്രമേ വഴിവെക്കൂ എന്നതാണ് ലോക ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. ആഴത്തിലുള്ള മുറിവുകൾക്ക് മുകളിൽ വെച്ചുകെട്ടിയ ഒരു ചെറിയ ബാൻഡേജ് മാത്രമാണ് ഈ ധാരണാപത്രം.
യഥാർത്ഥ സമാധാനം ഇനിയും ഒരുപാട് അകലെയാണ്.